വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്ക് മൂൺ ഗോഡസിൻ്റെ ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. സ്ലിറ്റ് ടോപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ട് മെയിൻ ക്ലോത്തിൽ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്യാതെ മാർക്ക് ചെയ്തെടുക്കുവാണേ. നെക്ക് മാർക്ക് ചെയ്യാം. 3.5 വീതിയും ഇതേപോലെ 6 ഇറക്കമാണ് കേട്ടോ ഞാനിപ്പോൾ ഫ്രണ്ട് നെക്കിന് കൊടുക്കുന്നത്. അപ്പോൾ 6 ഇറക്കത്തിലും ഇതേപോലൊരു ബോക്സ് ആക്കി എടുത്തിട്ട് നല്ല വൈഡ് നെക്ക് കൊടുക്കുവാണ് കേട്ടോ. ഒരു 1.5 വീതിയിൽ ഇതേപോലെ നല്ല വൈഡ് നെക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ നെക്ക്. ഫ്രണ്ട് നെക്കായി. ഇനി നമുക്ക് ആ ഹാൻഡ് വർക്ക് പോകുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് അതേപോലെ ഒരു പേപ്പറിൽ 2ആയിട്ട് മടക്കിയിട്ട പേപ്പറിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തേ. ആ നെക്കിൻ്റെ അവിടുന്ന് 1 ഇഞ്ച് വീതിയിൽ ഇതേപോലൊരു മാർക്ക് കൊടുത്തു. ഇനി നമുക്ക് ഹാൻഡ് വർക്കിൻ്റെ ഇറക്കം ഞാനിവിടെ 13 കേട്ടോ എടുക്കുന്നത്. 13 ഇതേപോലെ 13-ലൊരു മാർക്ക് കൊടുത്തു. ഇതും അതേപോലെ ഒന്ന് ബോക്സ് ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത പോലെ ജസ്റ്റ് ഇതേപോലെ വൈഡായിട്ടൊരു റൗണ്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ കട്ട് ചെയ്ത് എടുക്കുന്ന പേപ്പർ ആണ് നമ്മൾ ഹാൻഡ് വർക്കിൻ്റെ ലൈൻ വരച്ച് കൊടുക്കാൻ പോണത്. അല്ലാതെ നമ്മൾ എത്ര കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്താലും കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. സെൻറ്റർ മാർക്ക് ചെയ്യണേ. ആ വലിയ പേപ്പറിൻ്റെ സെൻറ്റർ, അതേപോലെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ അപ്പോൾ ആ വലിയ നെക്ക് വരച്ചതിൻ്റെ അതിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടാണ് കേട്ടോ. ഫ്രണ്ട് നമ്മളൊരു എക്സ്ട്രാ തുണി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാം. കാരണം ഫ്രെയിമിൽ ജോയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രെയിം ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രെയിം ഫിറ്റ് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമുക്ക് നെക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ പിന്നൊക്കെ കുത്തി കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത്. നെക്ക് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ രണ്ടാമതെടുത്ത ആ പേപ്പർ സെൻറ്ററിൽ വെച്ചിട്ട് കറക്റ്റ് അതുകൂടെ ഒന്ന് നമുക്ക് നെക്കിൽ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ലൈൻ വരച്ചു കൊടുത്തത് സെൻറ്റർ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ കറക്റ്റ് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സും അതേപോലെ ഒരു 2 mm ആൻറ്റിക്കിൻ്റെ ബീഡാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞാൻ. പിന്നെ നൂലും ആരി വർക്ക് സൂചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാവേ. ആദ്യം ഷുഗർ ബീഡ്സിൻ്റെ ഒരു ലൈനാണ് കൊടുക്കുന്നത്. ഫുള്ളി ഷുഗർ ബീഡ്സിൻ്റെ ഒരു ലൈൻ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാവേ. മൂൺ ഗോഡസിൻ്റെ ഡിസൈനിനകത്തില്ല അവർ സെൻറ്ററിൽ കൂടെ ബോൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ബോൾസ് കൊടുക്കേണ്ടവർക്ക് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ബോൾസ് കൊടുക്കാം കേട്ടോ. ആദ്യത്തെ ഈ ഷുഗർ ബീഡ്സിൻ്റെ ലൈൻ കഴിഞ്ഞ് കഴിയുമ്പോൾ 2 mm ബീഡ് ഇട്ടിട്ട് നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫ്ലവർ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ റൗണ്ട് ഫുള്ളും ഇതേപോലെ ഫ്ലവർ ഷേപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അല്പം ടൈം എടുക്കുന്ന പ്രോസസ്സാണേ.
അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഷുഗർ ബീഡ്സിൻ്റെ ഡബിൾ ലെയർ ലൈൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ലൈനൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഫ്ലവറാണ് കേട്ടോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. വീണ്ടും ഇതാ ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ ഫ്ലവർ കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ ഫ്ലവറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു 2mm ബീഡും ഒരു ഷുഗർ ബീഡ്സും വെച്ചിട്ടൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. ഇതേപോലെ.
ഓൾമോസ്റ്റ് നമ്മുടെ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ സ്ലീവ്സിലും ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിവിടെ സ്ലീവ്സിൽ ചെയ്യുന്നില്ല. പിന്നെ നല്ല വൈഡ് നെക്കിൽ ഈ ഹാൻഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഭംഗി കിട്ടാറ്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞിട്ട് ഔട്ട്ലുക്ക് കണ്ടാലോ? വായോ. ആർക്കെങ്കിലും ഒക്കെ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.